എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രതിരോധത്തെ പറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ നമ്മുടെ ചാനൽ ഡിസ്കഷൻ കണ്ട കുറേ പേര് എന്നോട് ചോദിച്ചു, ഡോക്ടർ ഇത്ര കാലം കെട്ടിക്കിടന്ന ക്ലീൻ ചെയ്യാത്ത കുളങ്ങളിലൊക്കെ നീന്തുമ്പോഴാണ് മൂക്കിലേക്ക് ഈ അമീബ പ്രവേശിക്കുന്നതും ഈ അസുഖം വരുന്നതും എന്നാണല്ലോ പറഞ്ഞു കേട്ടത്. ഇപ്പോ ഇത് വന്ന പലരുടെയും ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ കുളിച്ച പൈപ്പ് വെള്ളത്തിൽ കുളിച്ച ആളുകൾക്കും ഇത് വന്നിട്ടുണ്ട്. അപ്പോ ഇതിനുള്ള റിസ്ക് വീട്ടിൽ കുളിച്ചാലും പൈപ്പ് വെള്ളത്തിൽ കുളിച്ചാലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിസ്കഷനിൽ തന്നെ നമ്മൾ ക്ലിയർ ആയി പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾക്കും റിസ്ക് ഉണ്ട്. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് രോഗം പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ കിണർ ഇപ്പൊ പ്രോപ്പറായിട്ട് ക്ലോറിനേഷൻ ചെയ്യാത്ത ക്ലീൻ ചെയ്യാത്ത കിണർ വെള്ളം നമ്മൾ ടാങ്കിലേക്ക് അടിച്ചു കയറ്റിയിട്ട് അതാണല്ലോ പൈപ്പ് വഴി നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും അതിൽ അമീബ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അമീബ നശിക്കണം എന്നുണ്ടെങ്കിലോ മിനിമം 1 ppm, അപ്പൊ അതായത് ഒരു വെള്ളത്തിലെ ക്ലോറിന്റെ അളവിനെയാണ് ഈ ppm എന്ന് പറയുന്നത്. അത് മിനിമം ഒന്നെങ്കിലും ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അത് ആ 1 ppm ആയി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ കുളമായാലും കിണറായാലും ക്ലോറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ആഴ്ചയിൽ നമ്മുടെ കിണറൊന്നും നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാറില്ല. അതിനേക്കാൾ ഉപരി പലപ്പോഴും അടുത്തൊക്കെ വല്ല സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പല ഡ്രെയിനേജുകൾ അവിടെയും ഇവിടെയും പൊട്ടി ലീക്കായിട്ട് കോളിഫോം ബാക്ടീരിയകൾ, അതായത് നമ്മുടെ മനുഷ്യ വിസർജ്യത്തിലുള്ള കോളിഫോം ബാക്ടീരിയകളും പലപ്പോഴും കിണറിലെ വെള്ളത്തിൽ ഉണ്ടാവും. ഈ കോളിഫോം ബാക്ടീരിയകളും ഈ അമീബേനെ വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഇനി കുളം അല്ലെങ്കിൽ മുങ്ങിക്കുളിക്കൽ, നീന്തൽ അത് മാത്രം നമ്മൾ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എവിടെ നിന്നാണ്? ഇപ്പോ കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ ഫ്ളാറ്റുകളിലൊക്കെ പലപ്പോഴും ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്നിട്ടാണ് വെള്ളം, കുളിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുന്നത്. ഈ ടാങ്കർ ലോറികൾ എവിടെ നിന്നാണ് വെള്ളം കയറ്റി വരുന്നത് നമുക്കറിയോ? അപ്പൊ അതുകൊണ്ട് ഈ റിസ്ക് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. പലരും അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ, അപ്പൊ ഇനിയിപ്പോ കുളിക്കണ്ട, കുളി നിർത്തേണ്ടി വരുമോ, ടോയ്ലറ്റ് പോയാൽ കഴുകാൻ പറ്റുമോ? നോക്കൂ, ഇതൊക്കെ തമാശയ്ക്ക് നമുക്ക് പറയാം, പക്ഷെ ഇത് അത്ര തമാശയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദിസ് ഈസ് നോട്ട് ഫണ്ണി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്ന കിണർ അത് കൃത്യമായിട്ട് ക്ലോറിനേറ്റ് ചെയ്യണം. ഇനി അതിലും പ്രശ്നമുണ്ട്. അപ്പോൾ ക്ലോറിനേഷൻ കൊണ്ട് നമുക്ക് 100% പ്രതിരോധിക്കാൻ പറ്റുമോ ചോദിച്ചാൽ അതുമില്ല. കാരണം നെഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്ന ഒരു അമീബ, അതാണ് ഏറ്റവും ആക്ച്വലി കുറച്ച് വിഗ്രസ് ആയിട്ടുള്ളത്. അത് ക്ലോറിനേഷൻ കൊണ്ട്, അതിന് ക്ലോറിനേഷൻ 2 ppm വേണം. 1 ppm അത് നശിക്കുന്നില്ല. മിനിമം 2 and above ppm വേണം അത്രേ. എങ്കിൽ പോലും അതിന് 100% പ്രതിരോധം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ 100% പ്രതിരോധത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം കയറ്റാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. മൂക്കിലേക്ക് വെള്ളം കയറ്റാതിരിക്കുക. അതിപ്പോ മുങ്ങി കുളിക്കുകയാണ് അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോവുകയാണെങ്കിൽ നോസ് ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, മൂക്ക് അടച്ചു വെക്കാനുള്ളത്. മൂക്കിലേക്ക് വെള്ളം കയറാതെ പ്രതിരോധിക്കുന്ന നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. പരമാവധി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നീന്താൻ പോവാതിരിക്കുക. ഇനി പോവുകയാണെങ്കിൽ തന്നെ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള എന്താണോ മാർഗം അത് സ്വീകരിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, ഒരു പ്രത്യേക മതവിഭാഗം, മുസ്ലിം മതവിഭാഗക്കാര് നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒളു എടുക്കുക എന്ന് പറയും അല്ലെ. നമ്മൾ വെള്ളം കൊണ്ട് അവര് ശരീര ശുദ്ധി വരുത്താറുണ്ട്. നോക്കൂ, മൂക്കിനുള്ളിലേക്ക് വെള്ളം, അതിനിപ്പോ നിങ്ങൾ അതിനെ തെറ്റായ രീതിയിൽ എടുക്കരുത്. നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോ എല്ലാ ഡോക്ടർമാരും കേരളത്തിൽ പറയുന്നുണ്ട്, അത് നമ്മൾ ഒളു എടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ക്ലിയർ ആക്കണം, ശുദ്ധിയാക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങൾ ആ വെള്ളം സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ടബിലോ സിങ്കിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ ആ വെള്ളത്തിൽ നിങ്ങളുടെ അമീബ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂക്കിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അത് മൂക്കിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. സോ ആ ഭാഗം ദയവ് ചെയ്തിട്ട് അതിന്റെ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക. ഇപ്പൊ നമ്മള് ആചാരാനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും മാറ്റണം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. പക്ഷേ റിസ്ക് ഉണ്ട്. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ മൂക്കിലേക്ക് വെള്ളം ആക്കി കഴുകുന്നതിൽ റിസ്ക് ഉണ്ട്. കാരണം ഇത് റണ്ണിങ് വാട്ടർ അല്ല. പലപ്പോഴും പൈപ്പ് കൂടെ വരുന്ന വെള്ളം ടാങ്കിൽ നിന്ന് അടിക്കുന്ന വെള്ളത്തിലായിരിക്കും നിങ്ങൾ കഴുകുക. അല്ലെങ്കിൽ അവിടെ തന്നെ വെള്ളം കെട്ടി ഒരു ടാങ്കിലോ വല്ലയിലോ സബിലോ ഒക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിലാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റിസ്കി. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇനി നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഞാൻ വിടുകയാണ്. പറയേണ്ടത് നമ്മുടെ കടമ, ഉത്തരവാദിത്തം. അതുകൊണ്ട് അറിയിക്കുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, 100% പ്രതിരോധിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് മൂക്കിലേക്ക് വെള്ളം കയറാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനെന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുക. വീട്ടിൽ നിന്ന് കിണറിൽ പറ്റുമെങ്കിൽ ആഴ്ചയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ. ദയവ് ഇത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം. കാരണം ഏക പ്രതിരോധം ഇത് മാത്രമാണ്. അപ്പോൾ അത് ചോദിച്ച ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ്. മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കും. ബൈ.